ജർമ്മൻകാരിൽ നിന്ന് നാസിസ് പാർട്ടിയെ വേർതിരിച്ചെടുത്ത് നുണകളുടെ കോട്ടകൾ കെട്ടി വെറുപ്പിൻ്റെ വിഷവാതകം അവരിൽ കുത്തിവെച്ച് വെറുപ്പിൻ്റെ പ്രവാചകനായ അഡോൾഫ് ഹിറ്റ്ലർ. ചരിത്രം കണ്ട ഏറ്റവും ക്രൂരനായ മനുഷ്യൻ. യഹൂദരെ വെറുക്കുക, കമ്മ്യൂണിസ്റ്റുകാരെ വെറുക്കുക, കത്തോലിക്കക്കാരെ വെറുക്കുക, ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആശയം. 1889 ഏപ്രിൽ 20 കസ്റ്റംസിലെ ജീവനക്കാരനായ അലോയ് ഹിറ്റ്ലറുടെയും ക്ലാര പോൾസിൻ്റെയും മകനായി അഡോൾഫ് ഹിറ്റ്ലർ ജനിച്ചു. ഓസ്ട്രിയയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. ഹിറ്റ്ലറിന് ചെറുപ്പത്തിലെ തന്നെ അച്ചടക്കമുണ്ടായിരുന്നില്ല. അച്ഛൻ്റെ കയ്യിൽ നിന്ന് അതിക്രൂരമായ ശിക്ഷണം ഹിറ്റ്ലറിന് ലഭിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അതായിരിക്കാം ക്രൂരതയുടെ പാതയിലൂടെ അദ്ദേഹത്തെ നയിച്ചത്. ഒന്നാം ലോകമഹായുദ്ധത്തെക്കാളും രണ്ടാം ലോകമഹായുദ്ധത്തെക്കാളും അതിഭീകരവും ക്രൂരതയുമാർന്ന ഒരു ചരിത്രത്തിലോട്ടാണ് ഇന്ന് നാം വീക്ഷിക്കാൻ പോകുന്നത്. അതെ, കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ. 1933 മുതൽ 1945 വരെ ഏകദേശം 1000ഓളം കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ഉണ്ടായെന്നാണ് പറയുന്നത്. ഈ കോൺസെൻട്രേഷൻ ക്യാമ്പ് രാഷ്ട്രീയ തടവുകാർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. 1933 ഹിറ്റ്ലർ ജർമ്മനിയുടെ ചാൻസലറായത്. രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചതോടെ ക്യാമ്പിൻ്റെ മുഖച്ഛായ മാറിപ്പോയി. എണ്ണമറ്റ ജൂതന്മാർ അസുഖമോ പട്ടിണിയോ മൂലമോ നാസികളുടെ കയ്യാലെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 1000ഓളം തടവുകാർക്ക് വേണ്ടി നിർമ്മിച്ച കെട്ടിടങ്ങളിൽ 30,000 തടവുകാരെ കുത്തിനിർക്കുകയായിരുന്നു. ഓഷ്വിറ്റ്സിൻ്റെ പ്രവേശന കവാടത്തിന് മുകളിൽ എഴുതിയിരിക്കുന്ന ഒരു മുദ്രാവാക്യമാണ് ആർബൈറ്റ് മാcht ഫ്രീ, അല്ലെങ്കിൽ തൊഴിൽ നിങ്ങളെ സ്വതന്ത്രമാക്കുന്നു എന്നാണ്. പ്രവേശന കവാടത്തിലൂടെ അവർ കയറുമ്പോൾ അവർ അറിഞ്ഞിരുന്നില്ല മരണത്തിലേക്കുള്ള പാതയാണ് അതെന്ന്. അവർക്കായി യൂണിഫോമുകൾ നൽകി. അതിശൈത്യകാലത്തും അവരെ സംരക്ഷിക്കാൻ ഈ നേർത്ത തുണിയല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അത് സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും. അതിനുശേഷം അവരെ രജിസ്റ്റർ ചെയ്യുന്നു. പിന്നെ അവരുടെ മുടി വെട്ടിക്കളയും. മുടി വെട്ടുവാൻ മൂർച്ച ഉപകരണത്തിനില്ലെങ്കിൽ മുടി പിഴുതു കളയുന്നു. ആ മുറിവിൽ അണുബാധ ഉണ്ടാകാതിരിക്കാൻ അണുനാശിനി പുരട്ടുന്നു. ഇത് മാത്രമല്ല, ഇനിയും ഒരുപാട് ക്രൂരകൃത്യങ്ങളുണ്ട്. അതിൽ ഒന്നാണ് ഗ്യാസ് ചേംബർ. ഷവർ എടുക്കാൻ കൊണ്ടുവരികയാണ് എന്ന് നുണ പറഞ്ഞാണ് തടവുകാരെ ക്യാമ്പിലേക്ക് കൊണ്ടുവരിക. ഷവറിന് കീഴിൽ നിർത്താൻ എന്ന ഭാവത്തിൽ അടുത്ത മുറിയിൽ കയറി ഫോസ് തുറക്കുന്നു. അതിനുള്ളിൽ വെള്ളത്തിന് പകരം വരുന്നത് വിഷവാതകമാണ്. വിഷം തീണ്ടി മരിച്ച തടവുകാരുടെ ശരീരം കത്തിച്ചു കളയുന്ന ക്രിമറ്റോറിയമാണ് അടുത്ത മുറി. ശരീരം കത്തിച്ചു കളഞ്ഞാൽ പിന്നെ മരിച്ച ശരീരത്തിന് ഒരു തെളിവുമില്ല. തടവുകാരെ കൊണ്ട് കഠിനമായ ജോലി ചെയ്യിപ്പിക്കും. അതുപോലെ തന്നെ ചില പരീക്ഷണങ്ങൾ, മൃഗങ്ങളോട് പോലും ചെയ്യാത്ത നീചമായ പരീക്ഷണങ്ങൾ. അതായത് തണുത്ത വെള്ളത്തിൽ വീണ് വിറങ്ങലിച്ച ശരീരം എങ്ങനെ പൂർവ്വസ്ഥിതിയിൽ കൊണ്ടുവരാം, സെഡേഷൻ ഇല്ലാതെ തന്നെ ഒരു സ്ത്രീ എങ്ങനെ പ്രസവിപ്പിക്കാം, ആസിഡ് ശരീരത്തിൽ വീണാൽ എത്ര ശതമാനം പൊള്ളലേറ്റാലാണ് മരണപ്പെടുക മുതലായ നിരവധി പരീക്ഷണങ്ങൾ അവിടെ നടത്തിക്കൊണ്ടിരുന്നു. 32 ബാർക്കുകളിലായിരുന്നു തടവുകാരെ പാർപ്പിച്ചിരുന്നത്. അസുഖം ബാധിച്ചവരെ, അന്തേവാസികളെ, അവരെ കൊണ്ട് പ്രയോജനമില്ലെങ്കിൽ ഉടൻ തന്നെ അവരെ ഉന്മൂലനം ചെയ്യുക എന്നതായിരുന്നു ഗാർഡുകളുടെ രീതി. 1945 അമേരിക്കൻ സൈന്യം ഡാഷോ കോൺസെൻട്രേഷൻ ക്യാമ്പും തടവുകാരും സ്വതന്ത്രരാണെന്ന് പ്രഖ്യാപിച്ചു. അപ്പോൾ ക്യാമ്പിലുണ്ടായിരുന്ന 30,000 തടവുകാരിൽ 10,000 പേരും അസുഖം ബാധിച്ചവരായിരുന്നു. ആ സമയത്ത് ക്യാമ്പിനടുത്ത് കണ്ട തീവണ്ടിയുടെ 30 ലക്ഷം ബോഗികളിൽ ദിവസങ്ങളോളം പഴക്കമുള്ള മനുഷ്യ ശരീരങ്ങൾ കുത്തി നിറച്ച നിലയിലായിരുന്നു. 1965 ഡാഷോ ക്യാമ്പ് അടച്ചു. ഇന്ന് അവിടെ എത്തുന്ന ഓരോ മനുഷ്യരുടെയും ഓർമ്മയിലേക്ക് ആ ചോരമണം ഇരിച്ചു കയറും. ചരിത്രത്തിൻ്റെ ആ വിഷവാതകം ശ്വസിച്ച നമ്മൾ ഒരു നിമിഷമെങ്കിലും പിടഞ്ഞു പോകും. കണ്ണു നനയാതെ ആ ക്യാമ്പിലെ കാഴ്ചകൾ കണ്ടു നിൽക്കാനാകില്ല. ചരിത്രത്തിൻ്റെ ആ വിഷവാതകം ശ്വസിച്ച നമ്മൾ ഒരു നിമിഷമെങ്കിലും പിടഞ്ഞു പോകും. കണ്ണു നനയാതെ ആ ക്യാമ്പിൻ്റെ കാഴ്ചയിലേക്ക് കണ്ടു നിൽക്കാനാകില്ല.